നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. വിരൽത്തുമ്പിൽ കിട്ടുന്നത് വിവരങ്ങൾ മാത്രമാണെന്നും അറിവും ഉള്ളടക്കവും ഉണ്ടാകണമെങ്കിൽ വിദ്യാർത്ഥികൾ നന്നായി വായിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നതിനും മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുന്നതിനും വായന അനിവാര്യമാണെന്നും സ്പീക്കർ പറഞ്ഞു. വേങ്ങര നിയോജക മണ്ഡലത്തിലെ വലിയോറ കുറുക ഗവൺമെൻറ് ഹൈസ്കൂളിൽ കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം കണ്ടെത്താവുന്ന വിധത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരണം. അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിലും നടക്കുന്നുണ്ട്. ഏത് ടെക്നോളജിയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലക്കകത്ത് കാതലായ മാറ്റമുണ്ട്. വലിയ രീതിയിൽ വിദ്യാഭ്യാസം കേരള മോഡൽ വളരെ പ്രശംസനീയമായ മോഡലാണ്. അതുമാത്രമല്ല, വിദ്യാഭ്യാസ മേഖലക്കകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അനുദിനമെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന കുട്ടികളോട് 1-2 പോയിന്റ് മാത്രമേ പറയാനുള്ളൂ. ഒന്ന്, എല്ലാ ദിവസവും പത്രം വായിക്കണം. കൈപൊക്കിയായി ഉന്നത വിജയികൾ എത്ര പേര് പത്രം വായിക്കാറുണ്ട്? ഒരാള്, 2 ആള്. അത് നിങ്ങളുടെ കുഴപ്പമല്ല. ഓൺലൈൻ പത്രം വായിക്കാറുണ്ടോ? അതുമില്ല. റീഡിംഗ് ഉണ്ടോ? യെസ്, റീഡിംഗ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും പത്രത്തിൻ്റെ എഡിറ്റോറിയലെങ്കിലും വായിപ്പിക്കണം. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിച്ചാലുള്ള ഗുണം എന്താ? ഉച്ചത്തിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിക്കുന്നു. 1, കുട്ടിക്ക് അക്ഷരസ്ഫുടത ഉണ്ടാകും. 2, കുട്ടിയിൽ അന്തർലീനമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു ഒറേറ്റർ പ്രസംഗം എന്ന കലയുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. അതുകൊണ്ട് നിർബന്ധമായും പത്രപാരായണം നടത്താൻ നിങ്ങൾ തയ്യാറാവണം. 2, വായന വളരെ അനിവാര്യമാണ്. നിങ്ങൾ പറയും എന്തിനാ വായിക്കേണ്ട കാര്യം? അങ്ങനെ പറയല്ലേ, എന്തിനു വായിക്കണം? ഫിംഗർ ടിപ്പിൽ ഗൂഗിൾ ഉണ്ട്, ഫിംഗർ ടിപ്പിൽ ചാറ്റ് GPT ഉണ്ട്, ഫിംഗർ ടിപ്പിൽ പെർപ്ലക്സിറ്റി ഉണ്ട്, ഡീപ് സീക്ക് ഉണ്ട്. പിന്നെ എന്തിനാ വായിക്കേണ്ട കാര്യം? അതൊന്നും തലയിലുണ്ടാവില്ല. വിവരങ്ങൾ മാത്രമാണ്. ഉള്ളടക്കമുള്ളവരാവണമെങ്കിൽ വായിച്ചേ പറ്റൂ. നല്ല രീതിയിൽ വായിച്ചാൽ മാത്രമേ ഉള്ളടക്കം ഉണ്ടാകുള്ളൂ, കണ്ടന്റ് ഉണ്ടാകുള്ളൂ. കണ്ടന്റ് ഉള്ളവർക്ക് മാത്രമേ ദീർഘകാലം പിടിച്ചു വെക്കാൻ പറ്റൂ. മറ്റത് ഞെക്കിക്കഴിഞ്ഞാൽ നോക്കി അതങ്ങ് പോയി. അതേസമയം ഉള്ളടക്കമുള്ളവരായി മാറണമെങ്കിൽ വായന വളരെ അനിവാര്യമാണ്. ഇവിടെ ക്ലാസ് റൂം സെറ്റ് ചെയ്യുമ്പോൾ, സ്കൂളിലെ കെട്ടിടം സെറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈബ്രറിക്ക് ആവശ്യമായ സ്ഥലം ഉണ്ടാവണം, ലൈബ്രറിക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഉണ്ടാവണം, ലൈബ്രറിക്ക് ആവശ്യമായ സ്പേസ് ഉണ്ടാവണം. 1. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം, ഇംഗ്ലീഷ് അറിയണം. ഇംഗ്ലീഷ് സംസാരിക്കുമോ? യെസ്, നല്ലത്. ഭാഷ വളരെ അനിവാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ഭാഷയാണ്. മലയാളം ടീച്ചർമാർക്ക് എനിക്ക് എതിരാവൊന്നും വേണ്ട കേട്ടോ. മലയാളത്തിന് ഞാൻ എതിരുമില്ല. പക്ഷേ നാളെ ഒരു മത്സര പരീക്ഷ നടത്തുമ്പം നമ്മുടെ കുട്ടികൾ പിന്തള്ളിപ്പോകുന്നത് എവിടെയാണ്? ഗ്രൂപ്പ് ഡിസ്കഷനിലാണ്. ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു കാൻഡിഡേറ്റ് വന്നിരിക്കുന്നു, ചുറ്റും ആളുകൾ ചോദ്യം ചോദിക്കുന്നു. നമ്മൾ അപ്പം ഇങ്ങനെ ആക്കും. പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ ആക്കും, ആൺകുട്ടികളാണെങ്കിൽ വേർത്തിങ്ങനെ ഒപ്പിക്കളിക്കുന്നുണ്ടാവും. എന്താ? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ ഏത് മത്സര പരീക്ഷകളെയും നേരിടാൻ പ്രാപ്തമാക്കത്തക്ക നിലയിൽ നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് അറിയണം. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ നിന്നും 3.90 കോടി രൂപ ചെലവിട്ടാണ് 3 നിലകളിലായി 18 ക്ലാസ് മുറികളും കോൺഫറൻസ് ഹാള്, ശുചിമുറികൾ, സയൻസ്, കമ്പ്യൂട്ടർ ലാബുകൾ എന്നിവ അടക്കമുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. താഴെ നിലയിൽ ഓഫീസും കോൺഫറൻസ് ഹാളും ആൺകുട്ടികൾക്കായുള്ള ശുചിമുറിയും, 1-ാം നിലയിൽ 6 ക്ലാസ് മുറികളും പെൺകുട്ടികൾക്കുള്ള ശുചിമുറികളും, 2-ാം നിലയിൽ 6 ക്ലാസ് മുറികളും ഉണ്ടാകും. ചടങ്ങിൻ്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ സമർപ്പണവും നടന്നു. ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ജില്ലാ പഞ്ചായത്ത് അംഗം TPM ബഷീർ, വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുഹിജാബി, വേങ്ങര ഗ്രാമപഞ്ചായത്ത് മെമ്പർ MP ഉണ്ണികൃഷ്ണൻ, പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ VP സുമിത്ര ടീച്ചർ, AO T ഷർമിളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വേങ്ങര.
അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.